പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കടുവ ഒടുവിൽ കെണിയിലായിരിക്കുകയാണ്. വനം വകുപ്പ് ഇന്നലെ സ്ഥാപിച്ച കൂട്ടിലാണ് ഈ കടുവ വീണിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ഈ കടുവ ദോഷകരമായി തന്നെ ഈ കടുവയുടെ സാന്നിധ്യം ബാധിച്ചിരുന്നു. ഗോകുൽ രമേശുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, എപ്പോഴാണ് ഈ കടുവ കൂട്ടിൽ വീണത്? കഴിഞ്ഞ കുറേ നാളുകളായി ആ നാട്ടിൽ ആളുകൾക്ക് സ്വസ്ഥത ഇല്ലാണ്ടാക്കിയ കടുവയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഗൗതം, വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങളായി ഈ പ്രദേശത്ത് കടുവയുടെ ശല്യം ഉണ്ടായിരുന്നു. ജനങ്ങൾ വലിയ ഭയപ്പാടിലായിരുന്നു. പലതവണ വനംവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചിരുന്നതാണ്, പക്ഷെ കൂട്ടിൽ കടുവ വീണ്ടിരുന്നില്ല. ഇന്നലെയും ആ സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ തന്നെ വളർത്തുമൃഗങ്ങളെ കടുവ വ്യാപകമായിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഒരു ആടിനെ അവിടെ നിന്നും പിടിച്ചു. അതോടുകൂടി നാട്ടുകാർ വീണ്ടും വനംവകുപ്പിനെ സമീപിക്കുകയും ചെയ്തു. അതിനുശേഷം ഇത്തിരി കൂടി വനത്തിനോട് ചേർന്ന ഭാഗത്തേക്ക് കയറ്റി കൂട് സ്ഥാപിച്ചു. നേരത്തെ വെച്ച സ്ഥലത്ത് നിന്നും മാറ്റി കൂട് സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഇന്നലെ കടുവ പിടിച്ചുകൊണ്ടുപോയ ആടിന്റെ ബാക്കി മാംസഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതും ഈ കൂട്ടിനകത്ത് വെച്ചു. അത് വീണ്ടും ബാക്കി ശേഖരിക്കുന്നതിന് വേണ്ടി കടുവ എത്തുമെന്ന് ഉള്ള പ്രതീക്ഷയിലാണ് ആ മാംസഭാഗം കൂടിനുള്ളിൽ സ്ഥാപിച്ചത്. എന്തായാലും അത് ഫലിച്ചു എന്ന് വേണം കരുതാൻ. ഇന്ന് പുലർച്ചയോടുകൂടിയായിരിക്കാം കടുവ കൂട്ടിനകത്തേക്ക് പെട്ടത് എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ വനംവകുപ്പിനുള്ളത്. എന്തായാലും അത് വലിയ ആശ്വാസം അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. വലിയ ഭീമാകാരനായിട്ടുള്ള ഒരു കടുവ തന്നെയാണ് പിടിയിലായിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ ഇപ്പോൾ ആ സ്ഥലത്തെത്തി ബാക്കി തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഉൾവനത്തിലേക്ക് കൊണ്ടുപോയി കടുവയെ തുറന്നു വിടുന്ന നടപടികളായിരിക്കും ഉണ്ടാവുക. എന്തായാലും നാട്ടുകാരുടെ വലിയൊരു ആശങ്കയ്ക്കാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നതെന്ന് തന്നെ പറയാം. നിരവധി വളർത്തുമൃഗങ്ങളെ അടക്കം ആക്രമിച്ചു കൊന്ന ഒരു കടുവ തന്നെയാണ് ഇപ്പോൾ കെണിയിലായിരിക്കുന്നത്. ഗൗതം, ഓക്കെ. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ജനവാസ മേഖലയിൽ ഇറങ്ങി ശല്യം ചെയ്തിരുന്ന കടുവ ഒടുവിൽ കെണിയിലായിരിക്കുകയാണ്. വനം വകുപ്പിനോട് കഴിഞ്ഞ കുറേ നാളുകളായി ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഈ കടുവയെ എങ്ങനെയെങ്കിലും കെണിയിലാക്കണമെന്നത്. അങ്ങനെ അവസാനം അത് നടന്നിരിക്കുകയാണ്. ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.